കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. പുട്ടാണ് തയ്യാറാക്കണത്. എല്ലാവരും രാവിലെ പുട്ട് തയ്യാറാക്കാറുണ്ടല്ലോ, എന്നാൽ ഇതൊരു വെറൈറ്റി പുട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ബീട്രൂട്ട് ചേർത്ത് നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു പുട്ടാണ്. ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും വീഡിയോ കണ്ടൊന്ന് ഉണ്ടാക്കി നോക്കണേ. കൂട്ടുകാരെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണം കേട്ടോ. ഇനി നമുക്ക് പുട്ട് തയ്യാറാക്കാനായിട്ട് പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പാക്കറ്റ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അജ്മിയുടെ. നിങ്ങൾ എടുക്കുന്ന ഏത് പൊടി വേണമെങ്കിലും എടുക്കാം കേട്ടോ, പുട്ടുപൊടി ആയിരിക്കണം എന്നേ ഉള്ളൂ. ഇനി പൊടി നനയ്ക്കുന്നതിന് വേണ്ടിയിട്ട് തേങ്ങാപ്പാലാണ് വേണ്ടത്. വെള്ളം ചേർത്ത് അടിച്ചെടുത്ത തേങ്ങാപ്പാലാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ ടേസ്റ്റ്. കട്ടിയുള്ള പാൽ എടുക്കില്ലേ കേട്ടോ, അതാണ് വെള്ളം ചേർത്ത് ലൂസാക്കി എടുക്കണം എന്ന് പറയുന്നത്. അതാണ് ടേസ്റ്റ് കേട്ടോ. ഇനി അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം, എന്നാലേ പുട്ടിലേക്ക് ഉപ്പൊക്കെ പിടിക്കുകയുള്ളൂ. പാകത്തിന് ഉപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ പുട്ടുപൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചില പുട്ടുപൊടിക്ക് ഇരട്ടി വെള്ളം വേണ്ടി വരും, ചിലതിന് 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളം മതിയാവും. അതൊക്കെ നോക്കിയിട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ഈ തേങ്ങാപ്പാൽ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുട്ട് നനയ്ക്കുന്നില്ലേ അതേപോലെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് നനഞ്ഞു വരട്ടെ, പിന്നെ നമുക്ക് നോക്കിയിട്ട് വേണേൽ ചെയ്യാം. തരിയുള്ളതല്ലേ, അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞാൽ നന്നായിട്ട് കുതിർന്ന് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരു 15 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ട് ബീട്രൂട്ടാണ് വേണ്ടത്. ഒരു ചെറിയൊരു കഷ്ണം ബീട്രൂട്ട് വളരെ നൈസായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. വളരെ നൈസായിരിക്കണേ. ഇതാ കണ്ടിട്ടേ. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. 1 സ്പൂൺ നെയ്യ് മതി, കൂടുതലൊന്നും ഒഴിക്കണ്ട. എന്നിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ച ബീട്രൂട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിലെ പച്ചമണം മാറണം. പിന്നെ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു വെള്ളം അങ്ങനെ വന്നുകൊണ്ടിരിക്കില്ലേ, അതൊക്കെ ഒന്ന് പോകണം കേട്ടോ. ഇതാ നോക്കൂ, ഇതേപോലെ വെള്ളം വരില്ലേ, അതെല്ലാം മാറുന്നത് വരെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. കൂട്ടുകാരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. ബീട്രൂട്ട് പച്ചമണമൊക്കെ മാറി അതിലെ വെള്ളമെല്ലാം മാറി റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ കൂടുതലൊന്നും വേവണ്ട, ഇത്ര മതി കേട്ടോ. ഇനി അതൊന്ന് തണിയട്ടെ. അപ്പോഴേക്കും നമുക്ക് തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്ത് വെച്ച പുട്ടുപൊടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് പുട്ടിന് പാകമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈവച്ച് തന്നെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എളുപ്പത്തിന് ഇതേപോലെയൊക്കെ ചെയ്തതാണേ. ഇനി റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ടില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൈവച്ച് നന്നായിട്ടൊന്ന് മാവിലേക്ക് പുട്ടുപൊടിയിലേക്ക് ഇളക്കി യോജിപ്പിച്ച് പിടിപ്പിക്കണം. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ കൈവച്ച് തന്നെ കുഴച്ച് റെഡിയാക്കി എടുക്കണം. പുട്ടുപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂടുതൽ വെള്ളമൊന്നും ആവരുത് കേട്ടോ, ഇവിടെ കറക്റ്റ് ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഇതിലേക്ക് തേങ്ങയൊക്കെ ചിരവിയിടാം, ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലാത്തവർക്ക് പുട്ടുണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ ലെയറായിട്ട് ഇടുന്ന പോലെ ഇട്ടാൽ മതി കേട്ടോ. പുട്ടുമേക്കർ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ചിരട്ടപ്പുട്ടിൻ്റെ ഷേപ്പുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ല ഭംഗി ഉണ്ടാവുക. ഞാനിതേപോലെയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഒരല്പസമയം അധികം ഒന്ന് ആവിയേറ്റിയെടുത്താൽ സൂപ്പർ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ബീട്രൂട്ട് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കൂ. എല്ലാവരുടെയും അഭിപ്രായം പറയണേ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം കേട്ടോ.